പ്രശാന്തെ, പത്തനാപുരത്ത് ഈ കഴിഞ്ഞ ദിവസം ഇപ്പോൾ യുവാക്കളുടെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പുതിയ പോരാട്ടമുഖമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പത്തനാപുരത്ത് അദ്ദേഹം പ്രസംഗിച്ചു പോയ ആ വാർത്ത ഇന്ന് നമ്മൾ അറിയുന്നുണ്ട്. അദ്ദേഹം സംസാരിച്ചു പോയത് ആർക്ക് വേണ്ടി അദ്ദേഹം വന്നു എന്ന് ചോദിച്ചാൽ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം സംസാരിക്കാനായി വന്നത്. എന്താ പ്രശാന്തി അവിടെ താങ്കൾ കേട്ടത്? അവിടെ കേട്ടത് ഉമ്മൻചാണ്ടിയെ പിന്നിൽ നിന്ന് കുത്തിയവർക്കും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടവരും മരണശേഷം ഉമ്മൻചാണ്ടിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് ശരിക്കും പറഞ്ഞാൽ പത്തനാപുരത്ത് നടക്കുന്നത് എന്നാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ പത്തനാപുരത്ത് നടന്ന സമ്മേളനത്തിൽ വെച്ച് ഈ പറയുന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. അതിലേക്ക് വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തത വരുത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഗണേഷ് കുമാർ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് വലതുപക്ഷത്തിനെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ തെരുവ് നാടകങ്ങളും ഈ പറയുന്ന ഉമ്മൻചാണ്ടി കുഴിച്ചിട്ട സർവേക്കല്ലുകൾ തപ്പുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തെരുവ് നാടകമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അക്കരപ്പച്ച കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഈ തെരുവ് നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം അപഹാസ്യനാവുകയാണ്. ഒരു കാലത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന KB ഗണേഷ് കുമാർ സ്വന്തം അച്ഛനെ പോലും പിന്തള്ളി എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്നുള്ളത് മറക്കാൻ പാടില്ല. UDF നീട്ടിക്കൊടുത്ത വിരലിൽ തൂങ്ങിയാണ് അയാൾ രാഷ്ട്രീയത്തിലേക്ക് പിച്ച വെച്ച് കയറിയത്. അയാളെ അന്ന് ചേർത്ത് പിടിച്ച് കൊണ്ടു നടന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്ന് മൺമറഞ്ഞു പോയ സാക്ഷാൽ ഉമ്മൻചാണ്ടി. പുതുപ്പള്ളിക്കാരുടെ കുഞ്ഞൂഞ്ഞിൻ്റെ കല്ലറയിൽ കൊത്തിവെച്ചുള്ളൊരു വാചകമുണ്ട്. ആ മനുഷ്യൻ ശരിക്കും നീതിമാനായിരുന്നു. അദ്ദേഹം ശരിക്കും നീതിമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സത്യമുണ്ടായിരുന്നു, പ്രവൃത്തികൾ സത്യമുണ്ടായിരുന്നു, ചേർത്ത് പിടിക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നടത്തിയിരുന്നു. ഓരോ മുക്കിലും മൂലയിലും ഓരോ ഗ്രാമങ്ങളിലും ഞായറാഴ്ച ദിവസങ്ങളിൽ ഓരോ സ്കൂളുകളിൽ വന്ന് മുഖ്യമന്ത്രി നേരിട്ട് വന്നിരുന്നു. ഓരോ ജനങ്ങൾക്കും അദ്ദേഹത്തെ കാണുവാനും തങ്ങളുടെ കഷ്ടപ്പാടുകൾ പറയുവാനുമുള്ള അവസരങ്ങൾ അദ്ദേഹം ഒരുക്കിയിരുന്നു. അദ്ദേഹത്തിന് ആ കാരുണ്യം തൊട്ടനുഭവിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാരുണ്യം അനുഭവിച്ചറിഞ്ഞ ഒരുപാട് ജനങ്ങളുള്ള കേരള മണ്ണിൽ അദ്ദേഹത്തെ അപഹാസ്യനാക്കി, പെണ്ണുപിടിയനാക്കി, കൊള്ളരുതാത്തവനാക്കി മരണത്തിലേക്ക് തള്ളിവിട്ട ഒരു നരാധവന്റെ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഷാഫിയെ പോലെ കോൺഗ്രസിനെ നെഞ്ചിലേറ്റിയ കോൺഗ്രസിന്റെ യുവരക്തത്തിന്, അങ്ങനെ തന്നെ പറയണം, യുവാക്കളുടെ ഹരമായിട്ടുള്ള ഷാഫിക്ക് അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ പോരാട്ടം ശരിക്കും മരണശേഷം ഉമ്മൻചാണ്ടിയെ മരണത്തിലേക്ക് തള്ളിവിട്ടവനും തമ്മിലാണ് യുദ്ധമെന്ന് ഷാഫി പറഞ്ഞെങ്കിൽ അതിൽ തെറ്റൊന്നും പറയുവാനില്ല. അല്ല, തീർച്ചയായിട്ടും അതിൽ അദ്ദേഹം പറഞ്ഞത് പത്തനാപുരത്ത് നടക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സ്മരണയും ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ അദ്ദേഹത്തെ മരണശേഷവും ദ്രോഹിച്ചവരും തമ്മിലുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ അത് കറക്റ്റ് അതിൽ അർത്ഥമാക്കുന്നുണ്ട്. രണ്ട്, സ്വന്തം ജീവിതം ജനങ്ങൾക്കായി ഒരു മെഴുകുതിരി പോലെ ഉരുക്കി തീർത്ത, സ്വന്തം ജീവിതം ജനങ്ങൾക്കായി ഒരു മെഴുകുതിരി പോലെ ഉരുക്കി തീർത്ത നേതാവാണ് ഉമ്മൻചാണ്ടി എന്നും ആ പുണ്യ ശ്ലോകനായ മനുഷ്യനെ ജീവിച്ചിരുന്നപ്പോഴും മരണശേഷവും ദ്രോഹിച്ചവരും തമ്മിലുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നതെന്നാണ് ജ്യോതികുമാർ ചാമക്കാലയെയും KB ഗണേഷ് കുമാറിനെയും അവരുടെ പത്തനാപുരത്തെ മത്സരത്തെയും കുറിച്ച് ഈ പറയുന്ന രീതിയിൽ ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ. ഞാനൊരു കോട്ടയംകാരനാണ് ചേട്ടാ, ഞാനൊരു കോട്ടയംകാരനാണ്. പ്രോപ്പർ ഞാൻ കോട്ടയത്തിനും ഈ പറയുന്ന കോട്ടയം ജില്ലയിൽ കാഞ്ഞിരപ്പള്ളിക്കും പാലായ്ക്കും പൊൻകുന്നത്തിനും മധ്യയുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്നൊരു വ്യക്തിയാണ്. അവിടെ നിന്നാണ് ഞാൻ ഈ പറയുന്ന എറണാകുളത്തിൻ്റെ മണ്ണിലേക്ക് പറിച്ചു നടപ്പെട്ടത്. പക്ഷേ ഇപ്പോഴും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഞാൻ ഇപ്പോഴും ഒരു കോട്ടയംകാരനാണ്. ഒരു കോട്ടയംകാരന് അയാളുടെ നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും ആരായിരുന്നു കുഞ്ഞുഞ്ഞ് അല്ലെങ്കിൽ എന്തായിരുന്നു കുഞ്ഞുഞ്ഞെന്ന്. ഞങ്ങൾക്ക് അദ്ദേഹം ഉമ്മൻചാണ്ടി അല്ല, ഞങ്ങൾക്ക് അദ്ദേഹം കുഞ്ഞുഞ്ഞാണ്. അതായത് ആർക്കും കുഞ്ഞുഞ്ഞ എന്ന് സ്നേഹപൂർവ്വം വിളിക്കാം, അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞച്ചായ എന്ന് സ്നേഹപൂർവ്വം വിളിക്കാവുന്ന ഒരു മനുഷ്യൻ, നീതിമാനായ ഒരു മനുഷ്യൻ, എപ്പോഴും നേരത്തൊരു പുഞ്ചിരി ചുണ്ടിൽ തൂകിയിരുന്ന, തന്നെ തേടി വരുന്ന അശരണരെ ചേർത്ത് പിടിക്കുവാൻ മനസ്സുണ്ടായിരുന്ന ഒരു പുണ്യാത്മാവ്. മരണശേഷവും ആ കല്ലറ തേടി വരുന്നവര് ഒരു പുണ്യാത്മാവിനെ അല്ലെങ്കിൽ ഒരു വിശുദ്ധനെ, ഒരു സെയിന്റിനെ കാണുവാൻ വേണ്ടി അല്ല വരുന്നത്. ആ കല്ലറയ്ക്കുള്ളിൽ അവരുടെ സങ്കടങ്ങൾ ഇപ്പോഴും കുഞ്ഞുഞ്ഞ് കേൾക്കുന്നുണ്ടെന്നുള്ളൊരു വിശ്വാസമാണ്. അവിടെ ചെന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, ഒരു ശാന്തിയുണ്ട്. അത് ഇവിടുത്തെ ഏത് രാഷ്ട്രീയ നേതാക്കൾക്ക് അവകാശപ്പെടാൻ പറ്റുന്ന ഒന്നാണ്. ഇവിടെ എത്രയോ നേതാക്കൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. ആ സ്മൃതി മണ്ഡപങ്ങൾ തേടി ആര് പോകുന്നുണ്ട്? ഇന്നും പുതുപ്പള്ളിയിലെ കുഞ്ഞുഞ്ഞുറങ്ങുന്ന കല്ലറയുടെ മുന്നിൽ ചെന്നാൽ അവിടെ കണ്ണീരുമായി ഒരാളെങ്കിലും ഉണ്ടാകുമെന്നുള്ളതാണ്. എത്ര നാൾ ജീവിച്ചു എന്നല്ല, എങ്ങനെ ജീവിച്ചു എന്നാണ് നിന്റെ മഹത്വം എന്ന് പണ്ടാരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എത്ര നാൾ ജീവിച്ചു എന്നതല്ല കുഞ്ഞുഞ്ഞിന്റെ മഹത്വം, അദ്ദേഹം എങ്ങനെ ജീവിച്ചു എന്നതാണ്. നമുക്കിതിൽ ഒന്നുകൂടെ പറഞ്ഞു വയ്ക്കാം പ്രശാന്തി. അതായത് ഈ കഴിഞ്ഞ ദിവസം ഇത് അദ്ദേഹത്തിൻ്റെതായ ശിഷ്യൻ, അദ്ദേഹം കൈപിടിച്ചു കൊണ്ടുവന്ന ശിഷ്യൻ ഷാഫി പറമ്പിൽ പത്തനാപുരത്ത് പറഞ്ഞത് ഇതാണെങ്കിൽ, അദ്ദേഹത്തിന്റെ മകൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. കൊടുങ്ങല്ലൂര് അദ്ദേഹത്തിന്റെ മകൾ മറിയ ഉമ്മന്റെ ഭർത്താവ് വർഗീസ് ജോർജ് മത്സരിക്കുന്നുണ്ട്, NDA സ്ഥാനാർത്ഥിയെ കൊടുങ്ങല്ലൂർ മത്സരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ
അച്ഛന് വേണ്ടിയിട്ട് അച്ഛൻ്റെ അടുത്ത് അങ്ങനെ ഒരു മുതലക്കണ്ണീരൊന്നും ആരും ഒഴുക്കണ്ട. ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ വർഗീസ് ജോർജ് എന്ന് പറയുന്ന മരുമകന് വേണ്ടി വോട്ട് ചോദിക്കുകയോ അല്ലെങ്കിൽ മരുമകൻ മത്സരിക്കുന്നതിന് NDA സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിനെ കുറിച്ചോ പറയുന്നവരോട് അങ്ങനെ ആരും മുതലക്കണ്ണീരൊന്നും ഒഴുക്കണ്ട. എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ ഞാൻ എൻ്റെ അപ്പയുടെ വഴിയെ ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് പറയാനുള്ളത് ജനീഷ് ജയിക്കണമെന്നാണ്. എൻ്റെ കൂടപ്പുറപ്പിനെ പോലെയാണ് ജനീഷ് കൊടുങ്ങല്ലൂരിൽ നിന്ന് ജയിക്കണം എന്നാണ് ചാണ്ടി ഉമ്മൻ പറഞ്ഞിരിക്കുന്നത്. ഈ ചാണ്ടി ഉമ്മന്റെ പിതാവിന്റെ പേര് ഉമ്മൻചാണ്ടി എന്നാണ്. തീർച്ചയായിട്ടും വിത്ത് ഗുണം 10 ഗുണം അല്ലെങ്കിൽ വളർത്തു ഗുണം എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും. അല്ല, ഉമ്മൻചാണ്ടിയുടെ മകന് അല്ലെങ്കിൽ കുഞ്ഞുഞ്ഞിന്റെ പുതുപ്പള്ളി കുഞ്ഞുഞ്ഞിന്റെ മകന് അവർ ജനപ്രിയത അതേപോലെ അതെ അങ്ങനെ സംസാരിക്കാനേ പറ്റൂ. ഒരു സൈക്കിളിൽ ഒരു കതറിട്ട് ചുണ്ടിൽ അല്ല ഞാൻ പറയട്ടെ ഒരു കതറിട്ട് ചുണ്ടിൽ പറ്റിപ്പിടിപ്പിച്ചിരിക്കുന്ന കപടതയുടെ ചിരിയുമായിട്ടല്ല ചാണ്ടിയമ്മൻ വോട്ട് തേടാൻ ഇറങ്ങുന്നത്. അദ്ദേഹം വോട്ട് തേടി ഇറങ്ങുന്നത് സാധാരണ ഒരു ഡ്രസ്സുമായി ഒരു സൈക്കിളിൽ ഒരു പരിവാരങ്ങളും ഇല്ലാതെ കൊട്ടും കോശവും ബാനറുകളും ഇല്ലാതെ ഈ പറയുന്ന പുതുപ്പള്ളിയുടെ മണ്ണിലൂടെ ഒരു സൈക്കിളിൽ വോട്ട് ചോദിച്ചു പോകുവാനായിട്ട് ചാണ്ടിയമ്മന് സാധിക്കുന്നുണ്ടെങ്കിൽ അത് ചാണ്ടിയമ്മന്റെ പ്രഭാവമല്ല, ഇന്ന് മൺമറഞ്ഞു പോയ പിതാവിന്റെ പ്രഭാവമാണ്. പിന്നെ കൂടെ നിന്ന് ചതിച്ച കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ന് ദുഃഖവെള്ളിയാണ്. ഇന്ന് ക്രൂശിലേറ്റപ്പെട്ട കർത്താവ് തൻ്റെ ശിഷ്യഗണങ്ങളെ എല്ലാവരെയും മക്കളെ പോലെ ചേർത്ത് പിടിച്ചു. ഈ ലോകം മുഴുവൻ നന്നാവണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അദ്ദേഹത്തിന് നേരെ വിരളി കൊണ്ടും അദ്ദേഹത്തിന് നേരെ കല്ലെറിയുകയും അദ്ദേഹത്തെ മുൾക്കിരീടം അണിയിക്കുകയും ഒടുക്കം ഗാഗുൽത്ത മലയിലെ മുകളിൽ അദ്ദേഹത്തെ കുരിശിലേറ്റുകയും ചെയ്ത ദിവസമാണ്. അതുപോലെ ക്രൂശിലേറ്റപ്പെട്ട ഒരു പുണ്യാത്മാവാണ് ഈ പറയുന്ന ഉമ്മൻചാണ്ടി. എല്ലാവരും നന്നാവണം, ഈ നാട് നന്നാവണം, ആരും കരയരുത്, ആരും ദുഃഖിക്കരുതെന്ന് ചിന്തിച്ച ഒരു നേതാവ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യസ്നേഹി, മനുഷ്യൻ, പച്ച മലയാളത്തിൽ പറയാം ഹൃദയം പനിനീര് പോലെ ശുദ്ധമായ ഒരു മനുഷ്യൻ. ഏതായാലും നമ്മൾ പറയുമ്പോൾ ഇതിൽ ഈ പത്തനാപുരത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം അവിടെയാണ് നമ്മൾ തുടങ്ങിയത്. ഷാഫിയുടെ പ്രസംഗത്തിൽ നമ്മൾ തുടങ്ങി. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ആരിൽ തുടങ്ങിയാലും നമ്മൾ ഷാഫിയുടെ പ്രസംഗത്തിൽ നിന്ന് തുടങ്ങി കൊടുങ്ങല്ലൂരേക്ക് പോയി. പക്ഷെ അപ്പോഴും നമ്മുടെ ചർച്ചകളെല്ലാം വഴിമാറി പോകുന്നത് കുഞ്ഞുഞ്ഞെന്ന് പറയുന്ന ആ ഒരു വ്യക്തിയിലേക്കാണ്, ആ ഒരു മനുഷ്യനിലേക്കാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എന്തുകൊണ്ട് ഷാഫി അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്ത് കാരണത്താൽ ഷാഫി അങ്ങനെ പറയേണ്ടി വന്നു. കാരണം ഒരിക്കലും കേരളീയരുടെ ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ടത് ഈ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഈ ഏതെല്ലാം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നൊക്കെ നിരവധി നേതാക്കൾ വിട പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കെ കരുണാകരൻ വിട പറഞ്ഞു. എന്നിട്ട് ഇവിടെ ആരെങ്കിലും എത്രയെങ്കിലും തവണ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വലിയ നേതാവിനെ പറയുന്നത് പോലെ പറയുന്നുണ്ടോ? കെ കരുണാകരൻ മോശമെന്നല്ല നമ്മൾ പറയുന്നതിന്റെ അർത്ഥം. പോട്ടെ, VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഇടതുപക്ഷ അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ ആരെങ്കിലും VS അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി മരണപ്പെട്ട ദിവസം പറഞ്ഞൊരു വാക്കുണ്ട്, ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകൾ പോലും മറന്നു കളഞ്ഞ്, ഇവിടുത്തെ മാധ്യമങ്ങൾ മറന്നു കളഞ്ഞ്, ഇവിടുത്തെ ജനങ്ങൾ മറന്നു കളഞ്ഞൊരു വാക്കുണ്ട്. അയാൾ ശരിയായിരുന്നു, ഒരു വലിയ ശരി. പക്ഷെ അത് തിരിച്ചറിയാൻ ഈ നാടിന് പറ്റാതെ പോയി എന്നുള്ള വാക്ക് പറഞ്ഞു. അല്ല, ഇതില് നമ്മൾ മനസ്സിലാക്കാനുള്ളത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ മറ്റൊരു നേതാവിനും കിട്ടാത്ത അത്രയും ഒരു വലിപ്പം ഉമ്മൻചാണ്ടി കിട്ടുന്ന. അത് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരാം ചേട്ടാ. കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു പേരല്ല ഉമ്മൻചാണ്ടി എന്നുള്ളത് തന്നെയാണ് ചേട്ടൻ ആ പറഞ്ഞ ചോദ്യത്തിലുള്ള ഉത്തരം. കാരണം അടയാളപ്പെടുത്തിയിരിക്കുന്നത് കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും ഹൃദയത്തിലായി പോയി. അത് മായ്ച്ചു കളയാം. കല്ലിൽ കൊത്തിയത് മാഞ്ഞു പോകാം, കടലാസിൽ എഴുതിയതും മാഞ്ഞു പോകാം. പക്ഷേ ജനഹൃദയങ്ങളിൽ കുത്തിവെച്ചിരിക്കുന്ന ഒന്നും തന്നെ മായ്ക്കുവാൻ കാലത്തിനല്ലാതെ ഒന്നിനും പറ്റില്ല. പക്ഷേ ഇവിടെ കാലത്തിനും മായ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനിൽ നിന്ന് മുരുവെടുത്ത് അച്ഛനെ പോലെ തന്നെ അല്ലെങ്കിൽ അച്ഛനേക്കാൾ ജനങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒരു മകനെ ബാക്കിയാക്കിയിട്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത്. അപ്പോൾ കാലത്തിനും വായിക്കാൻ പറ്റാത്തൊരു പേര്. ഏതായാലും അദ്ദേഹം കണ്ടെത്തിയ അദ്ദേഹത്തിന്റെ ഉൾക്കണ്ണിൽ, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തിൽ അദ്ദേഹം കണ്ടെത്തിയ നേതാക്കൾ യുവാക്കളായിട്ടുള്ള നിരവധി കോൺഗ്രസ്സുകാരുണ്ട്. അതിൽ ഒരാളാണ് ഷാഫി പറമ്പിൽ. ഷാഫി പറമ്പിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിരൂപം. അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ ഒരിക്കലും മോശമായില്ല എന്ന് അനുദിനം തെളിയിക്കത്തക്ക രീതിയിൽ ഷാഫി ഇന്ന് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ നിന്നല്ല, സാധാരണക്കാരായ രാഷ്ട്രീയത്തിന് അതീതമായി പാലക്കാടുകാരനായ ഷാഫി ഇന്ന് വടക്കൻ മലബാറിലും എന്തിന് കേരളത്തിൽ ഉടനീളം നിറഞ്ഞു നിൽക്കുന്നു. ഒരു 40 വയസ്സ് കഴിഞ്ഞവനെ ഇവിടുത്തെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റുകൾ പോലും ഭയക്കുന്നുണ്ടെങ്കിൽ അയാളുടെ വാക്കുകളെ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കോട്ടകൊത്തലങ്ങളെ വിള്ളലുകൾ അതെപ്പോഴും അങ്ങനെയാണ്. ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് കോൺഗ്രസിലെ യുവതയെ കാലങ്ങൾക്ക് മുമ്പും അങ്ങനെയായിരുന്നു. AK ആന്റണിയെ അവർ ഭയപ്പെട്ടിരുന്നു, വയലാർ രവിയെ അവർ ഇത്തരത്തിൽ ഭയപ്പെട്ടിരുന്നു, ഉമ്മൻചാണ്ടിയെ ഭയപ്പെട്ടിരുന്നു, കാർത്തികേയനെ ഭയപ്പെട്ടിരുന്നു. അവരുടെ ആ ഒരു നീണ്ട നിരയെ ആ യുവാക്കളെ ഇന്നിപ്പോ അതേപോലെ ഷാഫി പറമ്പിലിനെ അവര് സാഹൂതം മാറി. അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വടിവാളും വെട്ടുകത്തിയും ആക്രോശങ്ങളുമായി രാവിന്റെ മാറ് പിളർന്ന് വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് ചോര ഒഴുക്കി നേടിയിട്ടുള്ളതല്ല ആ ഭയമൊന്നും തന്നെ. വിമർശനങ്ങളെ ഭയക്കുന്നു, ചൂണ്ടിയ വിരലുകളെ ഭയക്കുന്നു, ഓരോ പ്രസംഗങ്ങളെയും ഭയക്കുന്നു. കാരണം ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും നാവിൽ നിന്ന് മുതിർന്ന് വീഴുന്നത് സത്യങ്ങൾ മാത്രമാണ്.
ഏതായാലും നമ്മൾ ഈ സംസാരം അവസാനിപ്പിക്കുമ്പോൾ ഇന്ന് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ, രാഷ്ട്രീയ കാലാവസ്ഥ കോൺഗ്രസിന് ശരിക്കും ഒരു ഗ്രൗണ്ട് സപ്പോർട്ടുള്ള സമയമാണ്. ഈ ഗ്രൗണ്ട് സപ്പോർട്ടുള്ള സമയത്ത് ഷാഫി ഇങ്ങനെ കേരളത്തിലുടനീളം സഞ്ചരിച്ച് സംസാരിക്കുന്ന കൂട്ടത്തിൽ പത്തനാപുരത്ത് കൂടി അദ്ദേഹം വന്ന് സംസാരിച്ചു പോയ ആ സംഭാഷണമാണ് നമ്മളിവിടെ പറഞ്ഞത്. അത് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് വിജയമായി ഭവിക്കട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം.